നൽകുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ദൈവശബ്ദത്തെ നമുക്കെങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ദൈവശബ്ദം എനിക്കും കേൾക്കാൻ കഴിയുമോ എന്നുള്ള സാധാരണക്കാരുടെ ഇടയിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്ന ഹല്ലേലൂയ പലർക്കും ഈ ഒരു ചോദ്യം നമ്മിൽ തന്നെയുണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ദൈവം എല്ലാവരോടും ഹല്ലേലൂയ തൻ്റെ കൃപയെ കാണിക്കുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യരായതിനാൽ ഹല്ലേലൂയ സകലത്തിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആമേൻ. എന്നാൽ ഏത് നിലവാരത്തിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നതെന്ന് ഹല്ലേലൂയ. ഒന്ന്, ദൈവവചനത്തിലൂടെ ഹല്ലേലൂയ. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം ദൈവീകമായ സത്യമാണ്. അത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ സിസ്റ്റമല്ല. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ ജ്ഞാനം ഹല്ലേലൂയ നമ്മൾ കേൾക്കുക തന്നെ വേണം. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മളെ വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ്, മാനുഷികമായ ജ്ഞാനത്തിലല്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലല്ല, ദൈവത്തിൻ്റെ ബുദ്ധിയിലും ദൈവത്തിൻ്റെ ശക്തിയിലും നടത്തപ്പെടേണ്ടത് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾട്ടേ മതിയാത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനുണ്ടായിരിക്കുന്ന മാർഗങ്ങളാണ്. ഒന്ന്, ഹല്ലേലൂയ ദൈവത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ നമുക്ക്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ നിയോഗത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യവേദ പുസ്തകം ഹല്ലേലൂയ നാം ധ്യാനിക്കുമ്പോൾ, ഹല്ലേലൂയ നാം വായിക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ നമ്മളോട് ആ ദൈവത്തിൻ്റെ ശബ്ദം ഹല്ലേലൂയ ദൈവം നമ്മളോട് ഇടപെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലായിക്കോട്ടെ, ദൈവവചന ധ്യാനത്തിലൂടെ ആയിക്കോട്ടെ, ഹല്ലേലൂയ ആ ദൈവവചനം നിങ്ങളോട് ഇടപെടും, ദൈവം നിങ്ങളോട് സംസാരിക്കും. എന്നാൽ മറ്റൊന്ന്, പല മീഡിയ മാർഗത്തിലൂടെ അഭിഷിക്തന്മാരിലൂടെ ഹല്ലേലൂയ നിങ്ങൾക്ക് ദൈവശബ്ദം വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഇടപെടുന്നതായിട്ട് ഹല്ലേലൂയ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും, നിങ്ങൾക്കത് കാണാൻ പറ്റും. ആമേൻ. അതുപോലെ തന്നെ പലതരത്തിൽ ഹല്ലേലൂയ പലരും ദൈവവിശ്വാസത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവിക പരിജ്ഞാനത്തിൽ നിൽക്കുന്ന പലരും ഹല്ലേലൂയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ നിങ്ങളോട് സംസാരിക്കുകയും ഹല്ലേലൂയ ആ ദൈവശബ്ദത്തെ നിങ്ങൾക്ക് തിരിച്ചറിയിക്കുകയും ഒക്കെ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ കേൾക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ സഭയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവവചന ധ്യാനത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് മീഡിയ മാർഗത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഈ നിലവാരത്തിലൊക്കെ ദൈവം നമ്മളോട് ഇടപെടും എന്നുള്ളതാണ് വാസ്തവം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചതായിട്ടും ഹല്ലേലൂയ കർത്താവ് മറ്റ് ശിഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ പരസ്യ ശുശ്രൂഷകളിലൊക്കെ പോയിട്ട് വന്ന് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടതിന് ശേഷം താൻ തനിച്ച് ഹല്ലേലൂയ മലമുകളിൽ പിതാവുമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക പരിജ്ഞാനത്തിൽ നിന്ന് നോക്കിയാൽ ഹല്ലേലൂയ താൻ ദൈവത്തോട് സംസാരിക്കുകയല്ല, ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് കയറിപ്പോയി എന്ന് പറയുമ്പോൾ തന്നെയും ഹല്ലേലൂയ വാസ്തവത്തിൽ യേശു കർത്താവ് ഹല്ലേലൂയ തൻ്റെ ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ ഉയർന്ന ഒരു പ്രദേശത്തിലേക്ക്, ഹല്ലേലൂയ ഉയർന്ന ഒരു മലയിലേക്ക് ഹല്ലേലൂയ താൻ തനിയെ പോയിരുന്നതിൻ്റെ കാരണം ഹല്ലേലൂയ ആ പിതാവിൽ നിന്ന് ഹല്ലേലൂയ കേൾക്കുവാനായിട്ട് തന്നെ. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഒരു സെപ്പറേഷൻ നമുക്ക് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ പരസ്യമായിട്ട് ശുശ്രൂഷിക്കുമ്പോഴും ഹല്ലേലൂയ പരസ്യവേളകളിലൊക്കെ തൻ്റെ ശിഷ്യന്മാർ കൂടെ ഉള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ദൈവവുമായിട്ട് ഹല്ലേലൂയ കണക്ട് ചെയ്യുമ്പോൾ ഹല്ലേലൂയ സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് എല്ലാ ശുശ്രൂഷകളെ മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ ഒരു മലമുകളിലേക്ക് ഹല്ലേലൂയ ഒരു പ്രദേശത്തേക്ക് ഹല്ലേലൂയ
താൻ പിതാവിൽ നിന്ന് കേൾക്കുവാൻ തന്നെ ഹല്ലേലൂയ തുനിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇതാണ് ഹല്ലേലൂയ വളരെ വ്യക്തമായ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നാൽ ഹല്ലേലൂയ മാനുഷികമായിട്ട് പലരും നമ്മുടെ കൂടെ നിൽക്കുമ്പോഴും ഹല്ലേലൂയ വലിയൊരു ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും ഹല്ലേലൂയ വലിയൊരു ദൈവപ്രവർത്തികളുടെ ഇടയിൽ നിൽക്കുമ്പോഴും പട്ടണത്തിൽ തോറും ഹല്ലേലൂയ പല ദേശങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും ഹല്ലേലൂയ ആ ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുകയല്ല, ഹല്ലേലൂയ മാനുഷിക ശബ്ദങ്ങളുടെ കോലാഹലങ്ങളുടെ ഇടയിൽ നിൽക്കുകയല്ല. പിതാവിൻ്റെ ശബ്ദം വളരെ വ്യക്തമായി നാം തിരിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ നമുക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ നമുക്ക് മറ്റൊരു ഇടം ഹല്ലേലൂയ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും ഏത് ക്രൗഡിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും ഏത് ദേശത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ നിന്ന് എനിക്ക് കേൾക്കണമെങ്കിൽ ഹല്ലേലൂയ എനിക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ താൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഹല്ലേലൂയ പിതാവിൽ നിന്ന് കേൾക്കുവാൻ ഹല്ലേലൂയ യേശു കർത്താവ് പല ക്രൗഡിൻ്റെ ഇടയിൽ നിന്നും ഹല്ലേലൂയ പല ദേശത്ത് നിന്നും ഒക്കെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതൊക്കെ കാണാൻ പോയി. ഹല്ലേലൂയ ആ പ്രാർത്ഥിക്കാനൊക്കെ ഹല്ലേലൂയ ചെയ്തും പോയി. എന്നാൽ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ തുനിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് താൻ ഹല്ലേലൂയ മറ്റുള്ളവരെല്ലാവരെയും മാറ്റി നിർത്തി ആ ദേശത്തിൽ നിന്നും ക്രൗഡിൽ നിന്നും ഹല്ലേലൂയ ഇവൻ ആ ശിഷ്യന്മാരിൽ നിന്നും മാറി നിർത്തി ഹല്ലേലൂയ കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് ഹല്ലേലൂയ സെപ്പറേറ്റ് ചെയ്തു പോയി. കാരണം എന്താണെന്നറിയാമോ? പിതാവിൽ നിന്ന് കേൾക്കുക. ഹല്ലേലൂയ രാത്രി യാമപ്രാർത്ഥനയിലൊക്കെ ഹല്ലേലൂയ ആ രാത്രി യാമപ്രാർത്ഥനയിലൊക്കെ ഹല്ലേലൂയ ആ പിതാവിൽ നിന്ന് കേട്ട ആ ശബ്ദമാണ് ഹല്ലേലൂയ ഹല്ലേലൂയ തന്നിൽ ആ വിശ്വാസത്തെ വളർത്തിയെന്നും ഹല്ലേലൂയ തന്നിലുണ്ടായിരിക്കുന്ന ആത്മീയമായ നിറവിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ കൊണ്ടുവരാനൊക്കെ കാരണമായത് ഹല്ലേലൂയ തനിക്ക് താൻ പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് ആ പിതാവിൽ നിന്നും കേട്ട ശബ്ദമാണ്. ഹല്ലേലൂയ രാത്രിയാമങ്ങളിൽ കേട്ട ശബ്ദമാണ്. ഹല്ലേലൂയ പകൽ സമയത്ത് ഹല്ലേലൂയ തനിക്ക് മറ്റുള്ളവരിലേക്ക് നടക്കുവാനും മറ്റുള്ളവരിലേക്ക് പോകുവാനും ഹല്ലേലൂയ അവരെ വിശ്വാസത്തോടെ കൈവെക്കുവാനും അവർ വിശ്വാസത്തോടെ ജ്ഞാനം ഉപദേശിച്ചു തരുവാനൊക്കെ കാരണമായത് താൻ രാത്രിയാമങ്ങളിൽ നിന്നുകൊണ്ട് ആ പിതാവിൽ നിന്ന് കേട്ട ആ ദൈവിക ശബ്ദത്തിനകത്ത് ഒരു സെപ്പറേഷനോടുകൂടെ ആ കേട്ട ശബ്ദമാണ് ഹല്ലേലൂയ ഹല്ലേലൂയ പകല് സമയത്ത് താൻ പബ്ലിക്കിനോട് പറഞ്ഞത്. ഹല്ലേലൂയ മറ്റുള്ളവരോട് സംസാരിച്ചത്. ഹല്ലേലൂയ താൻ കേട്ട ദൈവ ശബ്ദം ഹല്ലേലൂയ ഹല്ലേലൂയ പിറ്റേന്ന് പകൽ സമയത്ത് ഹല്ലേലൂയ അവൻ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് കേൾക്കുക, ഹല്ലേലൂയ സംസാരിക്കുക. ഹല്ലേലൂയ കേൾക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ സംസാരിക്കുവാൻ ദൈവം നമുക്ക് ഹല്ലേലൂയ കൃപ നൽകിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജോലി മേഖലയ്ക്കകത്ത് നിങ്ങൾ പലപ്പോഴും പല ജോലി മേഖലയ്ക്കകത്തൊക്കെ നിൽക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ ഒരു കുടുംബത്തെ ആയിരിക്കാം. ഹല്ലേലൂയ പല പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം. നിങ്ങളൊരു ശുശ്രൂഷയിൽ നിൽക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഉപദേശിക്കണമെങ്കിൽ ദൈവിക പരിജ്ഞാനത്തോടുകൂടി ദൈവിക വെളിപ്പാടോടുകൂടെ കർത്താവെ ഹല്ലേലൂയ ഒരു സഭ നമ്മൾ നടത്തണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ പിതാവിൽ നിന്നും കേൾക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ അതിനൊരു സെപ്പറേഷൻ ആവശ്യമാണ്. സെപ്പറേഷൻ മീൻസ് ഹല്ലേലൂയ നമ്മൾ മറ്റെന്നിൽ നിന്നും ഹല്ലേലൂയ മാറ്റി നിർത്തി ഹല്ലേലൂയ നിങ്ങൾ പോയി ഇരിക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ ആദ്യത്തെ ഒരു ചുവടെന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ അതിനൊരു കാരണം ഹല്ലേലൂയ കർത്താവ് ദൈവം സൃഷ്ടിച്ച ആദാം ആദി മനുഷ്യനായ ആദാം ഹല്ലേലൂയ ദൈവം ആദാമിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ഒറ്റ വിളിക്കകത്ത് ആദാം അതിനെ തിരിച്ചറിഞ്ഞു. ഇത് ദൈവശബ്ദമാണ്. ഹല്ലേലൂയ ആദാമേ എന്ന് വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കേൾക്കുവാനും അത് ദൈവശബ്ദമായിട്ട് ആദാമിന് ഹല്ലേലൂയ തിരിച്ചറിയുവാനും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും എങ്ങനെ കഴിഞ്ഞു? ഹല്ലേലൂയ ഇത് ദൈവശബ്ദമാണ്. ഹല്ലേലൂയ എങ്ങനെ കഴിഞ്ഞു എന്തെന്നറിയാമോ? ഹല്ലേലൂയ ആദാമിന് ചുറ്റും മറ്റു മനുഷ്യരില്ല. ഹല്ലേലൂയ ആദാമിന് ചുറ്റും മറ്റു കൂടപ്പുറപ്പുകളില്ല. ഹല്ലേലൂയ ആദാമിന് ചുറ്റും മറ്റൊരു ക്രൗഡില്ല. ഹല്ലേലൂയ ആദാമിന് ചുറ്റും മറ്റു സഹോദരന്മാരില്ല. ഹല്ലേലൂയ എന്നാൽ അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ പല ശബ്ദങ്ങളും കേട്ട് ഹല്ലേലൂയ പല വിഷയങ്ങളും കേട്ട് പല കാര്യങ്ങളും കേട്ട് ഹല്ലേലൂയ പല വോയിസുകളൊന്നും കേൾക്കാൻ ഹല്ലേലൂയ ആദാമിന് ചുറ്റും ഒന്നുമില്ല. ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ആ ആദാം എന്നുള്ള വിളി ഹല്ലേലൂയ ആ ദൈവ ശബ്ദത്തെ വേഗത്തിൽ ആദാമിന് തിരിച്ചറിയുവാനും ഹല്ലേലൂയ അത് വേഗത്തിൽ അത് ആക്യുറേറ്റ് ആയിട്ട് കേൾക്കുവാനും ഹല്ലേലൂയ ആദാമിന് സാധിച്ചു. ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ
ദൈവം നിങ്ങളോട് ജ്ഞാനം സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക്, ഹല്ലേലൂയ, സ്വന്തം ബുദ്ധിയിൽ ചുവട് വയ്ക്കാതെ, മാനുഷികമായിട്ടുണ്ടായിരിക്കുന്ന ഉപദേശത്തിനകത്ത്, ഹല്ലേലൂയ, നിങ്ങൾ ചുവട് വയ്ക്കാതെ, ഹല്ലേലൂയ, ദൈവ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ കാതോർത്തിരിക്കുക. ഹല്ലേലൂയ, ആ ദൈവ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിശ്ചയമായിട്ടും, ഹല്ലേലൂയ, നിങ്ങളോട് ദൈവം സംസാരിക്കുമെന്നുള്ളതല്ല, ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ആ ബുദ്ധി, ആ ജ്ഞാനം, ഹല്ലേലൂയ, നിങ്ങൾക്കതിനെ വേഗത്തിൽ തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതാണ്, ഹല്ലേലൂയ, വാസ്തവം. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവശബ്ദം, ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരോട് ദൈവം വ്യക്തിപരമായിട്ട്, ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും മെസ്സേജും കേട്ടതിനെ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.